ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ അട്ടപ്പാടിയുടെ സ്വന്തം സൈലൻറ്റ് വാലിയിലേക്കാണ് നമ്മുടെ യാത്ര. നമുക്ക് രണ്ട് ടൈപ്പിൽ സൈലൻറ്റ് വാലിക്ക് പോകാം. ഒന്ന് നമുക്ക് ജീപ്പ് എടുത്ത് പോകാം, ബസ് എടുത്ത് പോകാം. പണ്ട് നമുക്ക് നമ്മുടെ ഓൺ വണ്ടിക്ക് പോകാമായിരുന്നു. ഇപ്പോൾ നമുക്കത് അനുവദിക്കില്ല അവിടെ. അപ്പോൾ നമ്മൾ ജീപ്പിനാണെങ്കിൽ നമുക്കൊരു 2950 വരെയാണ് നമുക്കൊരു ജീപ്പിന് റേറ്റ് വരുന്നത്. നമ്മൾ ബസ്സിനാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു 600 രൂപ പെർ ഹെഡ് റേറ്റ് വരുന്നതാണ്. നമുക്ക് നമ്മൾ കുറച്ച് പേരൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ജീപ്പ് എടുത്ത് പോകാവുന്നതാണ്. എന്നാൽ നമ്മൾ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ബസ്സിനും പോകാവുന്നതാണ് സൈലൻറ്റ് വാലിക്ക്. അപ്പോൾ നമുക്ക് യാത്രകളിൽ നല്ല അനുഭവങ്ങൾ കിട്ടുന്നൊരു നേരെ വെളുത്ത് കൊണ്ടിരിക്കണാണ്. 20 വർഷം പഴക്കമുള്ളൊരു പ്ലാവാണ് നമ്മൾ കാണുന്നത്. ചക്കയൊന്നുമില്ല, അതൊക്കെ ആന കൊണ്ടുപോയി. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റില്ല. നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോഴാണ് ഇത് കാണാൻ പറ്റുന്നുള്ളൂ. ഇത് കാണുന്നത് ആന കൊമ്പിന് കുത്തി കഴിക്കണ പാടാണിത്. ഇതിൻ്റെ തൊലിയൊക്കെ ആണെങ്കിലും ആന പറിച്ച് കഴിക്കുന്നതാണ്. മറ്റു മരങ്ങൾ ഉണ്ടായി കാടായി കടത്തിക്കൊണ്ടാനും പറ്റില്ല സാധനം. ഇപ്പൊ അവിടെ ഒന്നും തൊടാൻ പറ്റില്ല. ഒഴിവാക്കി മറകത്തിക്കുക, ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. ഇത് കാണുന്നത് നമ്മൾ വന്നവഴിക്കുള്ള ഫോറസ്റ്റ് ഓഫീസാണ്. ഇവിടെ നമുക്ക് ബാത്റൂമും കാര്യങ്ങളും സൗകര്യമൊക്കെ ഉള്ളതാണ്. ഇത് കാണുന്നത് ട്രെഞ്ചാണ്. രാത്രിയിൽ ആനയും കാര്യങ്ങളൊക്കെ ഇവിടേക്ക് കയറാതിരിക്കാൻ ഫോറസ്റ്റ് ഓഫീസിന് ചുറ്റും ട്രെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അതിനാ മണ്ണെണ്ണ ഒഴിച്ചിട്ട് കുഴിച്ചിട്ട് ഉപയോഗിക്കില്ല. ഇല്ലല്ലോ, ഉപയോഗിക്കാൻ കൊടുക്കില്ല. അത് ടേസ്റ്റ് ഇല്ല എന്നാ പറയുന്നത്. അത് സുധാരേട്ടാ, ഇത് ഉപയോഗിക്കാനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ ദുരുപയോഗം ചെയ്യും. ഇത് വേറെ ഒന്നല്ല സംഭവം ഇപ്പൊ ഒരു 10-25 പന്നികളെ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ലക്ഷങ്ങൾ കിട്ടും സർക്കാരിന് ലേലം വിളിക്കുകയാണെങ്കിൽ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഇപ്പൊ നായാട്ടിന് ഒരു അനുമതിയില്ല. നായാട്ട് നടക്കണില്ലേ ഇഷ്ടം പോലെ. അപ്പൊ ഇതിന് അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പല രാഷ്ട്രീയക്കാരും ഒക്കെ നേതാക്കന്മാരൊക്കെ ഇതിന് പന്നീനെ തിന്നാൻ കൊടുക്കണം പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. ഇപ്പൊ നിയമം കൊണ്ടുവരും പറഞ്ഞ് നടക്കണ്ടായല്ലോ. കേറിക്കൂട്ടുണ്ടാവും. നമ്മളിവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മൊട്ടക്കുന്നിന്റെ ഒക്കെ താഴെ എസ്റ്റേറ്റ് കിടക്കണേ. അതിന്റെ താഴെ അതിന്റെ മുകളിൽ കൂടെ നമ്മൾ നടക്കുക. ആ മല ഉണ്ടല്ലേ, ആ മലയുടെ മുകളിൽ കൂടെ അങ്ങനെ നടന്നു വരും. ആ സൈഡിൽ നിന്ന് മണ്ണാർക്കാട് ടൗണ്, കാഞ്ഞിരപ്പള്ളി ഡാമൊക്കെ കാണും. ഇപ്പുറത്തേക്ക് ഈ സൈഡും കാണും, എസ്റ്റേറ്റ് ഒക്കെ കാണും. ഈ വണ്ടി ഓടിപ്പോ ഒരു മിനിറ്റ് എവിടെയെങ്കിലും വെക്കുക. അപ്പൊ വണ്ടിയിൽ വട്ട കയറും, നമ്മളെയും കയറും. വനം വകുപ്പ് മന്ത്രി കടവൂർ ശിവദാസനെ സ്വീകരിക്കാൻ ആന
ആ പാറയുടെ ഉള്ളില് മോട്ടർ കൊണ്ട് വെച്ചിട്ടുണ്ട് പണ്ട്. അവരുണ്ടാക്കിയതല്ലേ പന ഉണ്ടായിരുന്നു തട്ടിയിട്ടാണ് അങ്ങനെ ഒന്നായിട്ട് ഇടിഞ്ഞതാണ്. JCB കൊടുത്തിട്ടാ മൊത്തം മാറ്റിയത്. ആലപ്പട്ടല്ലേ ആലപ്പന ആ സാധനമുണ്ട്. മലയാളോ കളികളും കാണാം മലയാളം. ഇപ്പം നമ്മൾ എത്തിയാണ് സ്ഥലമാണ് വാച്ച് ടവർ. ഇതാണ് സൈലൻറ്റ് വാലിയിലെ ലാസ്റ്റത്തെ വ്യൂ പോയിൻ്റ്. ഇത് സൈലൻറ്റ് വാലിയുടെ ഹിസ്റ്ററിയാണ്. ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. ഇവിടേക്കാണ് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇതിൽ കുറേ സ്റ്റെപ്പും കാര്യങ്ങളുണ്ട്. പ്രായമായവരൊക്കെ കയറാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ന് തിങ്കളാഴ്ചയും കൂടെ ഏതുകൊണ്ട് ആരുമില്ല. ഓപ്പൺ പ്ലേസ് ആയിരുന്നു. മരങ്ങളായി. ഇവിടുന്ന് 22 കിലോമീറ്റർ ഉണ്ട് ഞാൻ ആ പറഞ്ഞ സ്ഥലത്തേക്ക്. അവിടേക്ക് ഇവിടുന്ന് 6 കിലോമീറ്റർ ആണ് ഈ കോട്ടേഴ്സിൽ. അതേ വഴി തന്നെ ഇങ്ങനെ പോയിട്ട് അവിടേക്ക് പോകാം. ആ ഒരു ഈ കുന്നിന്റെ അപ്പുറത്തെ ഒരു കാട്, ചെറിയൊരു കുന്ന് തന്നെ ഉണ്ട് കാട്. അവിടേക്ക് 9 കിലോമീറ്റർ ഉണ്ട് ഇവിടെ. അവിടെയുണ്ട് നടന്നു തന്നെ പോണം. അവിടുന്ന് പിന്നെ താഴ്ന്നു വരും. ആ കുന്നുണ്ട് ആ പാറ. ആ പാറയെ കൂടെ 3.5 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങിയാൽ വണ്ടി കിട്ടുന്ന സ്ഥലത്തെത്തും. മണ്ണാർക്കാടേക്ക് വരാം. ഒരു 10 കിലോമീറ്റർ മണ്ണാർക്കാട് നിന്ന് ഒരു 10 കിലോമീറ്റർ വണ്ടി വന്നാൽ ആ കുന്നുകൂടെ വരും. നീലിക്കല്ലിക്ക് വരാം. നമ്മൾ ഇവിടുന്ന് കാണുമ്പോ നമുക്ക് തോന്നും കുറച്ച് ഇതുണ്ട്. പക്ഷെ നല്ല സ്ലീപ്പാണ് സ്ഥലം. മെയിനൊക്കെ നമ്മൾ നേരത്തെയൊക്കെ കാണും. അതൊക്കെ ഈ ഈറ്റയാണ്. ആ കല്ലുകൂടെ പിടിക്കുന്ന ഒരു ഈറ്റയുണ്ട്. ആ ഈറ്റയാണ് അതിലുള്ളത്. വള്ളി പോലെ പറന്ന് പോകുന്ന ഈറ്റ. അതിലൊക്കെ ഇഷ്ടം പോലെ ആനകൾ മേഖല കാണാം. ഞങ്ങള് ചന്ദ്ര ഇപ്പം നമ്മൾ പോണത് വാച്ച് ടവറിൽ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് താഴേക്ക് നമ്മൾ വെള്ളച്ചാട്ടമുണ്ട്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിലെ ഗാർഡനും കാര്യങ്ങളൊക്കെ ചെയ്ത വഴിയാണ്. ഇവിടെയാണ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവർ താമസിക്കുന്ന സ്ഥലമൊക്കെ. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതിനും ചുറ്റും ട്രെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് ഫോറസ്റ്റിൻ്റെ അകത്ത് ഡീപ്പ് ഫോറസ്റ്റിൻ്റെ അകത്തായതുകൊണ്ട് ഇതിലെയും മൃഗങ്ങളുടെയും കാര്യങ്ങളെയും ഒക്കെ ഉള്ള പാസേജ് സ്ഥലമായതുകൊണ്ട് നമുക്കിവിടെ ട്രെഞ്ചാണ് ഇതിന് ചുറ്റും. ഈ വഴിയാണ് നമ്മൾ ഇറങ്ങി വരുന്നത്. ചെറിയൊരു പാലവും കാര്യങ്ങളുണ്ട്. ആനയ്ക്ക് ക്രോസ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ്. ചുറ്റും ട്രെഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇവിടെ തന്നെ ഫോറസ്റ്റിൻ്റെ തന്നെ നമുക്കൊരു ചെറിയൊരു ടീ ഒക്കെ കുടിക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയൊരു സ്പോട്ട്. ചെറിയ സ്നാക്സും കാര്യങ്ങളുണ്ട്. വലിയ ഹെവി ഫുഡൊന്നുമില്ല. ചെറിയ നമുക്കൊരു താൽക്കാലിക വിശപ്പ് മാറ്റാൻ പാകത്തിന്. ഇവിടുന്ന് താഴേക്ക് നമുക്ക് ഇവിടുന്ന് നേരെ ചെന്നിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്താണ് നമുക്ക് വെള്ളച്ചാട്ടവും കാര്യങ്ങളുള്ളതും. ആ പോകുന്ന വഴി ഭയങ്കര മനോഹരമായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വഴിയാണത്. അവിടെ ഈ പോകുന്ന വഴിക്ക് നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് മൃഗങ്ങളെയും വേണമെങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു പ്രത്യേകതരം ഏരിയയാണ്. നമ്മുടെ ഈ സ്ഥലത്തേക്ക് മാത്രമൊക്കെയാണ് നമുക്ക് ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കൂടെ നടന്നു പോകാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ ഉള്ളതുള്ളൂ. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് ഒരുപാട് നാൾക്ക് മുന്നേ ഒരു ആനേനെ കടുവ അടിച്ചിട്ട് കഴുതകളൊക്കെ നമ്മുടെ കൂടെ വന്ന ഡ്രൈവർ ചേട്ടൻ പറഞ്ഞു വന്നത്. ഡെയിലി വലിക്കും ഒരു 20 മീറ്ററോളം. ഡെയിലി വലിക്കും ഇത്രയും വലിയൊരു ആനേനെ. ഈ ഒരൊറ്റ കടുവ. അവന്റെ ഫോഴ്സ് നോക്കണം. അപ്പം അരിയ സാധനമൊക്കെ വന്നിട്ട് എടുത്തു പോവുക. 98 വരെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് അരിയ സാധനം എടുത്തിട്ട് പോവുക. രാവിലെ വരും 6 മണിക്ക് അവിടുന്ന് വരും. അപ്പോൾ അതിലെ കരുവാര് കൊണ്ട് വഴി കയറും. പണ്ട് അതിലെ കയറ്റില്ലായിരുന്നു. അരി സാധനമൊക്കെ നമ്മൾ കയറി പോവും. ആളുകൾ അതിൽ കയറി പോവും. അരി സാധനമൊക്കെ ഇവിടെ കൊണ്ട് വെക്കും വണ്ടിയിൽ. നടക്കൂല. അക്കടെ കളിയായിരിക്കും. ആരും അറിയില്ല.
ഈ സാധനത്തെ ദേശീയ ഉദ്യാനമായിട്ട് പാർക്കായിട്ട് പ്രഖ്യാപിച്ചു. കോടികൾ ചെലവാക്കി 67 കോടി വരെ അന്നത്തെ കാലത്ത് ചെലവാക്കിയിട്ടുണ്ട്. 67 തൊട്ട് 74 വരെ അതിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ചെലവാക്കിയിരിക്കുന്നത്. അന്നത്തെ അത്രയും കോടികൾ ചെലവാകണമെങ്കിൽ 1 രൂപ ഉണ്ടാവില്ല കോടിയാണ് ആ കാലത്താണ്. ഇതിൻ്റെ ഒക്കെ അത് പിടിക്കില്ല. അതാ രീതി അപ്പം നമുക്ക് ഇവിടം വരെയാണ് അനുമതിയും കാര്യങ്ങളും ഉള്ളൂ. ഇവിടെ വെള്ളച്ചാട്ടമൊന്നുമില്ല. ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് ഇവിടെയാണ് നമ്മൾ പണ്ട് ഒരു ഡാം കെട്ടാനായിട്ടൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അത് ഇവിടെ താമസിക്കുന്ന ആൾക്കാർ വേണ്ട എന്നുള്ള പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തു. കാരണം ഇവിടുത്തെ ഫോറസ്റ്റ് നശിച്ചു പോകുന്നുള്ള കാരണം കൊണ്ട് ഇവിടെയാണ് തൂക്കുപാലം വരുന്നത്. പണ്ട് തൂക്കുപാലം ഉണ്ടായിരുന്ന സ്ഥലമാണ് നമുക്ക് താഴെ കാണാൻ പറ്റുന്നത്. അത് ഇവിടെ ഒരുപാട് വെള്ളം വന്നതിന് ശേഷം ആ പാലം നശിച്ചു പോയതായിരുന്നു. ഇപ്പം പുതിയ പാലത്തിനുള്ള പണിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ